PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC LGS 2024 എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 3 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 3 മണിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അത് ഒരാഴ്ച തന്നെ 3ഉം കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം, ആ ഒരു രീതിയിലാണ് എടുത്തു പോകുന്നത്. രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിക്കുന്ന എല്ലാ ടോപ്പിക്സും കൂടെ കവർ ചെയ്തിട്ട് ഞായറാഴ്ച രാത്രി 8 മണിക്ക് എക്സാമും നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലാസ് എടുക്കുന്നത് കൂടാതെ പഠിക്കേണ്ട അഡീഷണൽ പോയിന്റ്സും PDF എല്ലാം നമ്മൾ ടെലിഗ്രാം വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ കൃത്യമായിട്ട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് ആദ്യം മുതൽ Day 1 Day 2 എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇടുന്നുണ്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളത്. അപ്പോൾ ആദ്യം മുതൽ ഫോളോ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന ക്ലാസ്സാണ്. മൗലിക കടമകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷകളിൽ നമുക്ക് 1 മാർക്ക് ചോദ്യം ഉറപ്പിക്കാവുന്ന ഒരു ഭാഗമാണ് മൗലിക കടമകൾ. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, അത് പഠിച്ചാൽ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് മൗലിക കടമകൾ? മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലേ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. നമ്മൾ പഠിച്ചു 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ആ സമയത്ത് നമ്മുടെ ഈ മൗലിക കടമകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭരണഘടനയിലേക്ക് പുതിയൊരു കാര്യം കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള കാര്യം റദ്ദാക്കുകയോ ചെയ്യണമെങ്കിൽ ഒരു ഭേദഗതിയിലൂടെ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല, പിന്നീട് കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. ആ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭേദഗതിയാണ് 42ാം ഭേദഗതി. 1976-ലെ 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. ഭാഗം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാ? ഭാഗം 4A. ഭാഗം 4A ആണ്. ഇതെല്ലാം ചോദ്യമാണ് കേട്ടോ. ഭാഗം 4Aയിൽ ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 51A. ഭാഗം 4Aയിൽ ആർട്ടിക്കിൾ 51Aയിലാണ് മൗലിക കടമകളെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഇനി ഈ മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാ? മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്, അല്ലെങ്കിൽ USSRൽ നിന്നുമാണ്, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുമാണ് നമ്മൾ മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ 1976-ലെ 42ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം 4A, ആർട്ടിക്കിൾ 51A ആണ്. മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് USSRന്റെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ ഈ 42ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് 10 മൗലിക കടമകളാണ് നമ്മൾ കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ 10 മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തത്. എന്നാൽ നിലവിൽ എത്ര എണ്ണം ഉണ്ട്? നിലവിൽ 11 മൗലിക കടമകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇനി ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത രാജ്യമാണ് ജപ്പാൻ. ജപ്പാനാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത രാജ്യം, ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ഈ മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുന്നത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമാണ്. സോഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് മൗലിക കടമകൾ അവരുടെ ഭരണഘടനയിൽ പൊതുവെ കൂട്ടിച്ചേർക്കാറുള്ളത്. ഇപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന് പറയുന്നത് അത്രത്തോളം അങ്ങ് പ്രാധാന്യം കൊടുക്കാത്തൊരു സംഭവമാണ്. എന്നാൽ പല ജനാധിപത്യ രാജ്യങ്ങളുടെയും മൗലിക ഭരണഘടനയിൽ എന്തില്ല? മൗലിക കടമകളില്ല. പക്ഷേ മൗലിക കടമകളുള്ള 2 ജനാധിപത്യ രാജ്യങ്ങളാണ് നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡം എടുത്തു കഴിഞ്ഞാലുള്ളത്.
ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളിലാണ് മൗലിക കടമകൾ ഉള്ളത്. ഏതൊക്കെയാണ്? ജപ്പാൻ, നമ്മൾ പറഞ്ഞു ലോകത്തിൽ ആദ്യമായിട്ട് ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത രാജ്യമായിട്ടുള്ള ജപ്പാനും പിന്നെ നമ്മുടെ ഇന്ത്യയും. ഈ 2 രാജ്യങ്ങളാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റിയുണ്ട്. ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താ, 42ാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത് അല്ലെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 42ാം ഭേദഗതിയിലൂടെയാണ്. 42ാം ഭേദഗതി 1976 അപ്പൊ 1976 ഇന്ദിരാഗാന്ധി അല്ലെ, ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്തെ പ്രധാനമന്ത്രി. 1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് 42ാം ഭേദഗതി പ്രകാരം മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. അന്ന് 10 മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തതെന്ന് പറഞ്ഞു. ഇപ്പൊ നിലവിൽ 11 മൗലിക കടമകളുണ്ട്. അപ്പൊ 11ാമത് മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർത്തത് എന്താ? 6നും 14നും വയസ്സിനിടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം. ഓക്കെ, അപ്പൊ അതാണ് രക്ഷിതാക്കളുടെ മൗലിക കടമയാണ്. 6നും 14 വയസ്സിനും ഇടയിലുള്ള പ്രായത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കടമയാണ്. അവർക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുക എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് പറയുന്ന മൗലിക കടമയാണ് 11ാമതായിട്ട് കൂട്ടിച്ചേർത്തത്. അപ്പൊ വീണ്ടും ഒരു കൂട്ടിച്ചേർക്കൽ ഉണ്ടാവുമ്പോൾ അവിടെയും എന്ത് വേണം? ഒരു ഭേദഗതി വേണം. അതാണ് 86ാം ഭേദഗതി. വർഷം 2002. 2002 86ാം ഭേദഗതി പ്രകാരമാണ് 11ാമത് മൗലിക കടമയായി 6നും 14നും ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ മൗലിക കടമയാണ് എന്ന് പറയുന്ന 11ാമത് മൗലിക കടമ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ഈ 86ാം ഭേദഗതി നടക്കുന്ന സമയത്ത് ആ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AB വാജ്പേയി ആണ്. അടൽ ബിഹാരി വാജ്പേയി ആണ് 86ാം ഭേദഗതിയുടെ സമയത്തെ പ്രധാനമന്ത്രി. 1976 42ാം ഭേദഗതിയുടെ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 11ാമത് മൗലിക കടമ കൂട്ടിച്ചേർക്കുമ്പോൾ 86ാം ഭേദഗതി സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് AB വാജ്പേയി ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് 11 മൗലിക കടമകൾ ഏതൊക്കെയാണ്? താഴെ തന്നിട്ടുള്ളവയിൽ മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതേത്, ഉൾപ്പെടാത്തതേത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ 11 മൗലിക കടമകൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാലും പിന്നെയും മറന്നു പോകുന്ന ഒരു സംഭവമാണ്. 11 ഉണ്ടല്ലോ, എങ്ങനെ ഓർത്ത് വയ്ക്കും അല്ലേ? അതിൽ 51A ഉണ്ട്, 51A B ഉണ്ട്, 51A C ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് A ആണോ B ആണോ അതെന്താന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കണക്ഷൻസ് കോഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് വലിയ കോഡൊന്നും അല്ല, പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആദ്യത്തെ മൗലിക കടമ എന്ന് പറയുന്നത് 51A അല്ലേ ആർട്ടിക്കിൾ. അപ്പോൾ അതിൽ A എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത്. 51A എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനയെ അനുസരിക്കുകയും എന്തൊക്കെയാ ചെയ്യേണ്ടേ? ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് എഴുതുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? ഭരണഘടനയെ അനുസരിക്കുക, അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് A ആണ് എന്നത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിക്കേ, അനുസരിക്കുക, ആദർശം, ആദരിക്കുക എല്ലായിടത്തും ഒരു ആയുടെ പ്രസൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് A ആണ്. അതേപോലെ മലയാളത്തിലാണെങ്കിൽ എയുടെ പകരം ആയാണ് അല്ലേ? അപ്പോൾ ആയും എയും കൂടെ ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ A എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അനുസരിക്കുക, ആദർശം, ആദരിക്കുക എന്നുള്ള വേർഡ്സിലോട്ട് എത്താലോ. അപ്പോൾ 51A A പറയുന്നത് എന്താണ്? ഭരണഘടനയെ അനുസരിക്കുക, അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും
ആദരിക്കുകയും ചെയ്യുക. അപ്പൊ അനുസരണ, ആദർശം, ആദരിക്കുക. എ ആണ് എന്നുള്ളത് അവിടെ നിന്നും ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് ബി. ഇവിടെ 51A ഉണ്ട് കേട്ടോ. ബി എന്ന് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള എന്നതാണ് തുടങ്ങുന്നത് കേട്ടോ. ബി എങ്ങനെയാ തുടങ്ങുന്നത്? സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് എന്നുള്ള ഈ ഒരു ഇത് നമുക്ക് ബി ആണെന്ന് കിട്ടണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, ബി എന്ന് പറയുമ്പോൾ നമുക്ക് ബി ഫോർ ബ്രിട്ടീഷ് എന്നെടുക്കാം. ഓക്കെ, ബി ഫോർ ബ്രിട്ടീഷ് എന്നെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നുമാണല്ലേ നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ ഓർത്തു കഴിഞ്ഞാൽ ബി ഫോർ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നുള്ളതാണ് ബി. ഇനി അടുത്തത് സി. സി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക, സംരക്ഷിക്കുക. ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് സി. അപ്പൊ സി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, സി ഫോർ കൺട്രി. കൺട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രി ഏതാ? ഭാരതം അല്ലെങ്കിൽ ഇന്ത്യയാണല്ലേ. നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് ഭാരതം ആണ്. അപ്പൊ സി ഫോർ കൺട്രി, നമ്മുടെ കൺട്രിയുടെ, നമ്മുടെ ഭാരതത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത ഇതെല്ലാം നിലനിർത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറയുന്നത് രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. അപ്പൊ ദേശീയ സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഓർക്കേണ്ടത്. രാജ്യത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം, ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യണം. അപ്പൊ ദേശീയ സേവനം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഡി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എടുക്കാം, ഡു ഫോർ അവർ നേഷൻ അല്ലെങ്കിൽ ഡു ഫോർ ദി നേഷൻ. നമ്മുടെ നേഷന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, സേവനങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ദേശീയ സേവനം ചെയ്യണം. ഡി എന്ന് പറയുന്നത് ഡു ഫോർ ദി നേഷൻ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. അപ്പൊ എന്താണ്? രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ഇനി അടുത്തത് ഇ ആണ് പറയുന്നത്. ഇ എന്ന് പറയുന്നത് എന്താ? മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്കതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങളെ പരിത്യജിക്കുക. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ എടുക്കാം? ഇ ഫോർ എല്ലാ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ എഴുതുന്നതിന് പകരം ഇംഗ്ലീഷിൽ എഴുതും. അപ്പോൾ ഈ അല്ലേ ആദ്യം വരിക, എല്ലാ എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാ മതപരവും എല്ലാ ഭാഷാപരവും എല്ലാ പ്രാദേശികവും എല്ലാ വിഭാഗീയവുമായിട്ടുള്ള വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ എന്തുണ്ടാക്കുക? സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ എന്നുള്ളത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എല്ലാ സ്ത്രീകളുടെ എന്നുള്ള രീതിയിൽ എടുക്കാം. എല്ലാ സ്ത്രീകളുടെയും അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. അപ്പോൾ ഈ എല്ലാം എന്ന് പറയുന്നത് ഈ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഈയിലോട്ട് കണക്ട് ചെയ്യാം. ഇനി അടുത്തത് എഫ് ആണ്. എഫ് എന്ന് പറയുന്നത് എന്താണ്?
എഫ് എന്ന് പറയുന്നത് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ, നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാനുള്ള വേർഡ്സ് ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്, ബാക്കി നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം, ക്ലൂ കിട്ടിയാൽ മതി അല്ലേ. നമുക്ക് 4 ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. അപ്പോൾ സംസ്കാരത്തിൻ്റെ, നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ അപ്പം നിങ്ങൾ ഇങ്ങനെ ഓർക്കാം, ഈ സംസ്കാരം പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നുമാണ് അല്ലേ. ഒരാൾക്ക് ഒരാളുടെ സംസ്കാരം അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുമാണ് അല്ലേ. ഒരാളുടെ സംസ്കാരമാണെങ്കിലും പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് പിന്തുടർച്ച വഴി നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് ഒരു സംസ്കാരം, പാരമ്പര്യം, നല്ലൊരു സംസ്കാരം അല്ലെങ്കിൽ നല്ലൊരു പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫാമിലിയിൽ നിന്നും സംസ്കാരം എന്നുള്ള രീതിയിൽ സംസ്കാരത്തിൻ്റെ എന്നുള്ളത് ഓർത്തിരിക്കാലോ, പാരമ്പര്യം ഓർക്കാലോ. അപ്പം നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഓക്കെ, അടുത്തത് ജി എന്ന് പറയുന്നത് വനങ്ങൾ, അതുപോലെ തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ ഉൾപ്പെടുന്ന പ്രകൃതിയാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ജീവികളോട് കാരുണ്യവും കാണിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വനങ്ങൾ, തടാകം, നദികൾ, വന്യജീവികൾ, ഇതൊക്കെ നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? ജിയോഗ്രഫി പഠിക്കുമ്പോഴല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ G ഫോർ ജിയോഗ്രഫി എന്ന് ഓർത്താൽ മതി. ഓക്കെ, G ഫോർ ജിയോഗ്രഫി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ജിയിലാണ് എന്ത് വരുന്നത്? വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ജിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ G വരെ കിട്ടിയല്ലോ. ഇനി അടുത്തത് H ആണ് പറയുന്നത്. H, അപ്പോൾ H എന്ന് പറയുമ്പോൾ എന്താണ് ഓർക്കേണ്ടത്? ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. അപ്പോൾ ശാസ്ത്രീയമായ കാഴ്ചപ്പാട്, മാനവികത, ഇത് രണ്ടുമാണ് ഇവിടെ ഹൈലൈറ്റ്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഓർക്കാം? ശാസ്ത്രീയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹൈടെക് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർക്കാം. ഹൈടെക്. മാനവികത എന്ന് പറയുമ്പോൾ മാനവൻ, മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ എന്നുള്ളത് ഓർക്കാലോ. അപ്പോൾ ഹൈടെക് ഹ്യൂമൻ എന്ന് ഓർത്തോളൂ, H വെച്ചിട്ടാണ്. അപ്പോൾ Hലാണ് എന്ത് വരുന്നത്? ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. ഹൈടെക് ഹ്യൂമൻ എന്ന് ഓർത്തിരിക്കുക. അടുത്തത് I ആണ്. I പറയുന്നത് എന്താ? പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. എങ്ങനെ നമുക്ക് ഓർക്കാം? ഈ സ്വത്ത് തർക്കമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പാർട്ടീഷനൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ പാർട്ടീഷനൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഭയങ്കര അക്രമങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ അക്രമമൊക്കെ ചെയ്യുന്നത് I എന്ന് പറയുന്ന ഞാനാണ് എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്വത്തൊക്കെ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഐയുടെ ഷേപ്പിലുള്ള ഈ ഒരു പോസ്റ്റ് കാലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പാർട്ടീഷൻ ചെയ്യുമ്പോൾ അതിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു പോസ്റ്റൊക്കെ വെക്കാറുണ്ട് അല്ലേ, ഒരു കാലൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഒരു ഐയുടെ ഷേപ്പിലാണത് അല്ലേ. അപ്പോൾ പൊതു സ്വത്ത് എന്നുള്ള രീതിയിൽ സ്വത്തിനൊക്കെ പാർട്ടീഷൻ ചെയ്യുമ്പോഴാണ് ഐയുടെ പോലത്തെ പോസ്റ്റൊക്കെ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ അക്രമം കാണിക്കുന്നത് നമ്മളാണ്, ഐ ആണെന്നുള്ള രീതിയിൽ, ഞാനാണെന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഐയിൽ പറയുന്നത്. ഇനി J എന്ന് പറയുന്നത് എന്താണ്? എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. എല്ലാ മണ്ഡലങ്ങളിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, ഓക്കെ, നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന ജോബ്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ മികവ് കാണിക്കുക. നമ്മൾ നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ മേഖലയിൽ നമ്മൾ പ്രാഗൽഭ്യമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ മികവ് കാണിക്കുക. ജോബ് എന്നുള്ള രീതിയിൽ J കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് K ആണ് പറയുന്നത്. K പറയുന്നത് എന്താ? 6-നും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കുക. 6-നും 14 വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകിൽ കുട്ടി എന്നുള്ള KUTTY, കുട്ടി K ആണെന്ന് ഓർക്കാം, ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം, അറിവ് എന്നുള്ള രീതിയിൽ നോളേജ് എന്നുള്ള
രീതിയിൽ നമുക്ക് കെ ഓർക്കാം. അപ്പോൾ കെ ആണെങ്കിൽ കുട്ടിയാണെങ്കിലും നോളേജ് ആണെങ്കിലും കെ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 6-നും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 11 മൗലിക കടമകൾ. അപ്പോൾ ഇനി നിങ്ങൾ ആരും മറക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം. 51 എ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഓർക്കേണ്ടത്? അനുസരണ, ആദർശം, ആദരിക്കുക എന്നുള്ളതൊക്കെ ഓർക്കാം. A for ആ എന്നുള്ള രീതിയിൽ. ബി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്നുള്ള രീതിയിൽ ഓർക്കുക. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി. സി എന്ന് പറയുമ്പോൾ കൺട്രി ഓർക്കുക. നമ്മുടെ കൺട്രിയുടെ പരമാധികാരം, അതായത് നമ്മുടെ ഭാരതത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത. ഡി എന്ന് പറയുമ്പോൾ ഡു ഫോർ ദി നേഷൻ, അല്ലെ, നമ്മൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക. പിന്നെ ഇ എന്ന് പറയുമ്പോൾ എല്ലാ എന്നുള്ള രീതിയിൽ എല്ലാ മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായിട്ടുള്ള എന്നുള്ള രീതിയിലും, അതുപോലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ സാഹോദര്യം, എല്ലാ സ്ത്രീകളുടെയും അന്തസ്സ് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. അപ്പോൾ ഇ ഫോർ എല്ലാ എന്നുള്ള രീതിയിൽ ഓർത്തു. എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് എന്ന് പറയുന്നത് സംസ്കാരം, അല്ലെ, പാരമ്പര്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ, അപ്പോൾ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നുമാണ്. ഇനി ജി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ജിയോഗ്രഫിയാണ്. ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ ഇതെല്ലാം ഉൾപ്പെടുന്ന പരിസ്ഥിതി സംരക്ഷിക്കുക, അഭിവൃദ്ധിപ്പെടുത്തുക. ദെൻ എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈടെക് ഹ്യൂമൻ, അല്ലെ, ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. ഐ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോർക്കണം? നമ്മൾ സ്വത്തിന് വേണ്ടി തർക്കം കൂടുന്നതോ അല്ലെങ്കിൽ ഐ പോലുള്ള പോസ്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ സ്വത്തിൻ്റെ പേരിൽ അക്രമം നടത്തുന്നതൊക്കെ ഓർത്താൽ മതി. അപ്പോൾ പൊതു സ്വത്ത് കാത്തു സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. ഇനി ജെ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോബിൽ എന്തുണ്ടാവണം? മികവ് കാട്ടണം, അല്ലേ? അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. കെ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടി അല്ലെങ്കിൽ നോളേജ് ഓർക്കുക. 6-നും 14 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന് സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 11 മൗലിക കടമകൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു? മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനും നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനുമായിട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് JS വർമ്മയാണ്. ജസ്റ്റിസ് JS വർമ്മയാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. ഈ കമ്മിറ്റി നിയമിക്കപ്പെട്ടത് 1998 ജൂലൈയിലാണ്. 1998 ജൂലൈയിലാണ് ഈ കമ്മിറ്റി നിയമിക്കപ്പെട്ടത്. അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1999 റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴാണ്? 1999 എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ അവിടെ 42ാം ഭേദഗതി നമ്മൾ പറഞ്ഞപ്പോൾ വർഷം നമ്മൾ പറഞ്ഞു 1976 നിലവിൽ വന്നതെന്ന് പറഞ്ഞു. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തതെന്ന് പറഞ്ഞു. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? പ്രസിഡന്റ് പറയാൻ വിട്ടുപോയി. പ്രസിഡന്റ് ആരാ? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ആ സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വർഷം 1976 പറഞ്ഞു. നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 1977 ജനുവരി 3 കേട്ടോ നിലവിൽ വരുന്നത്. 42ാം ഭേദഗതിയുടെ വർഷം ചോദിച്ചാൽ 76. നിലവിൽ വന്നത് എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1977 ജനുവരി 3 എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൗലിക കടമകളെ കുറിച്ച് പഠിക്കാനായിട്ട്. അപ്പോൾ 11 മൗലിക കടമകൾ ഏതാണ് എന്ന് പഠിക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെറിയ കണക്ഷൻസിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കോഡും കണക്ഷനും യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഇതുപോലുള്ള കണക്ഷൻസ് ഇനിയും നമ്മൾ ചെയ്ത് വീഡിയോ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.